നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതിനെ for approximating the area of the region under the graph of f of x is equal to x cube on the interval 0 to 1 using n rectangles. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. f of x is equal to x square. ഇപ്പോൾ ഗ്രാഫ് കാണിച്ചു തന്നാൽ കണ്ടോ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതാണ് ആ ഗ്രാഫ്. ഈ ഗ്രാഫിന് താഴെ വരുന്ന പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോ ഞാൻ പറഞ്ഞു y ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയ എവിടുത്തെ ഇന്റർവെല്ലില് 0 to 1 കണ്ടുപിടിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം ഫൈൻഡ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ആണ് എന്നാണ്. ഇന്റഗ്രേഷന്റെ ജോമെട്രിക് അപ്ലിക്കേഷൻ, ജോമെട്രിക് മീനിങ് ആണ് ഏരിയ അണ്ടർ ദ കർവ്. അതിലോട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എത്തിയുള്ളൂ. ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ഗ്രാഫിന്റെ കർവിന്റെ താഴെയുള്ള, അതായത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന കർവിന്റെ താഴെയുള്ള പോർഷന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അതിനായിട്ട് 0 to 1, ഇത് 0 ഇത് 1, അതിനിടയ്ക്കുള്ള ഈ ഭാഗങ്ങളെ n ഈക്വൽ ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. n ഈക്വൽ ഇന്റർവെൽസ്. ഞാൻ അതായത് 1/n, ഇത്രയും ഇതിന് ഞാൻ 1/n 2/n 3/n in general k/n and തൊട്ട് മുമ്പുള്ളത് k-1/n then n. അങ്ങനെ 0 to 1 വരെയുള്ളതിനെ ഞാൻ n ഈക്വൽ ഇന്റർവെൽസ് ആയിട്ട് മുറിച്ചു. ഇത്രേ ചെയ്തുള്ളൂ. നമ്മുടെ കയ്യില് 0 to 1 എന്ന ഇതാണ് 0 to 1 ഇന്റർവെൽ ഉണ്ട്. ഞാൻ അതിനെ എത്ര n ആയിട്ട് മുറിച്ചു? n ഈക്വൽ ഇന്റർവെൽസ് ആയിട്ട് മുറിച്ചു. അപ്പോൾ ഓരോന്നിനും ഡിഫറൻസ് എത്രയാ? ഇവ തമ്മിൽ ഡിഫറൻസ് 1/n ആണ്, ഇവ തമ്മിൽ ഡിഫറൻസ് 1/n ആണ്, ഡിഫറൻസ് 1/n ആണ്. അപ്പം ഇത് 0 ആണെങ്കിൽ ഇത് 1/n വരും. ഇത് 1/n പ്ലസ് 1/n 2/n, ഇത് 2/n പ്ലസ് 1/n 3/n, അങ്ങനെ പോകും. നിങ്ങൾ ആദ്യമായി കേൾക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. ഇതെന്ന് പറഞ്ഞാൽ ഇൻ ജനറൽ ഒരു kth ഇന്റർവെല്, അത് അവിടെ നോക്കിയേ, ഒരു റെക്ടാങ്കിൾ, ഈ റെക്ടാങ്കിളിന്റെ n പോയിന്റ്സ് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ഇതെടുത്തപ്പോ 2/n ഉം 3/n ഉം ഇല്ല, ഒരെണ്ണത്തിനൊരു വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാൻ k/n വിളിച്ചതിന് തൊട്ട് മുമ്പ് k-1/n, തിരിച്ച് ഇത് k-1/n ആണെങ്കിൽ തൊട്ട് അപ്പുറത്തുള്ളത് k/n, അങ്ങനെ ഞാൻ മുറിച്ചു. ഇത് 1, ഇത് എത്ര ആയിരിക്കണം? 2n - 1/n. കാരണം അത് പറയാനുള്ള കാരണം എന്താണെന്ന് സംശയം തോന്നാം. ഇതിൽ നിന്ന് 1 കൂട്ടിയ ഇവിടേക്ക് എത്തണം. അപ്പൊ 2n - 1 1/1/n പ്ലസ് ഒരു 1/n കൂടെ ആഡ് ചെയ്ത് എന്തുണ്ടാവുക? ഒരു പ്ലസ് ഒരു 1 കൂടെ ആഡ് ചെയ്ത് എന്തുണ്ടാവുക? 2n - 1 പ്ലസ് 1 കൊണ്ട് കെട്ടുന്നു പോകും. 2n/n 2n/2n. ഓക്കെ, അത് ഇവിടെ എത്തുമ്പോൾ പറയാം. ശരി, നോക്കാം. ഇനി അപ്പോൾ അത്രയാണ് ആദ്യ സ്റ്റെപ്പ് ചെയ്തതാണ്. ഇവിടെ 0 തൊട്ട് 1 വരെയുള്ള പോർഷന് ഞാൻ n സബ് ഇന്റർവെൽസ് ആയിട്ട്, ഈക്വൽ സബ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി എന്റെ ആവശ്യം ഇത്രയാണ്. ഈ ഓക്കെ, to find such an expression, നോക്കാം. let us divide, ഇവിടെ നിന്ന് നോക്കിയാൽ മതി. let us divide ഈ പറഞ്ഞത് എന്താണെന്ന് അറിയാം, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാ. ഇതിന്റെ ടോട്ടൽ ഏരിയ 1/n ആണ്, നമ്മൾ പ്രൂവ് ചെയ്യും. അവിടേക്കാണ് എത്തിക്കാൻ പോകുന്നത്. let us divide the interval 0 to 1
into n subintervals of length 1 by n using n plus 1 points. അതായത് 0 തൊട്ട് n വരെയുള്ള എത്ര പോയിന്റ്സ് ഉണ്ടാവും? ഇവിടെ നോക്കിയേ 1, 2, 3 അങ്ങനെ മൊത്തം n പോയിന്റ്സ്. പിന്നെ 0 കൂടെ ചേർക്കുമ്പോൾ എക്സ്പെൻറ്റ് കൂടെ ചേർക്കുമ്പോൾ n plus 1. n plus 1 പോയിന്റ്സിനെ 1 by n ഈക്വൽ പാർട്സ് മുറിച്ചു. എങ്ങനെ? 0 to 1 by n, 1 by n to 2 by n, 2 by n to 3 by n. ഗ്രാഫ് വരച്ച് ഓർമ്മയില്ലേ? ഇതാണ് കർവ്. സോറി, ഇത് മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. ഇതിനെ ഞാൻ n ഇന്റർവൽസ് ആയിട്ട് മുറിച്ചു, n ഈക്വൽ ഇന്റർവൽസ് ആയിട്ട് മുറിച്ചു. ഫസ്റ്റ് 0 to 1 by n, then 1 by n to 2 by n, 2 by n to 3 by n, അങ്ങനെ അങ്ങനെ. ഫസ്റ്റ് സബ് ഇന്റർവൽ 0 to 1 by n, ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. ദെൻ സെക്കൻഡ് ഇന്റർവൽ 1 by n to 2 by n, തേർഡ് ഇന്റർവൽ 2 by n to 3 by n, അങ്ങനെ അങ്ങനെ. kth ഇന്റർവൽ k minus 1 by n to k by n, nth സബ് ഇന്റർവൽ n minus 1 by n to n. ഇനി note that the midpoints of these subintervals are C1. ഈ സബ് ഇന്റർവെലിന്റെ മിഡ് പോയിന്റ് അതിനെയാണ് ഞാൻ C1 എന്ന് വിളിക്കുന്നത്. ഇതിന്റെ മിഡ് പോയിന്റ് എങ്ങനെ കിട്ടുക? 1 രണ്ടും കൂടി ഡിവൈഡ് ബൈ 2 ചെയ്താൽ പോരെ എന്ന് പറഞ്ഞാൽ 1 by n plus 0 1 by n, then by 2 1 by 2n. ഇതിന്റെ മിഡ് പോയിന്റ് എങ്ങനെ കിട്ടുക? 2 by n plus 1 by n, അപ്പോൾ 3 by n. അതിനെ ഡിവൈഡ് ചെയ്യാൻ 2 കൊണ്ട് മിഡ് പോയിന്റ് കിട്ടും. അപ്പോൾ 3 by 2n. ഇവിടെ ആകുമ്പോൾ 3 by n plus 2 by n by 2, that is 5 by n by 2, 5 by 2n. അങ്ങനെ അങ്ങനെ ഓരോന്നിന്റെ മിഡ് ഇന്റർവൽസ് ഞാൻ കണ്ടുപിടിച്ചു. ഇവിടെ ആകുമ്പോൾ 2n minus 1 by 2n. അതൊന്ന് ഫിഗറിൽ കാണിച്ചു തരാം. ഈ 0 to 1 by ന്റെ മിഡ് പോയിന്റ് ആണ് ഈ കിടക്കുന്നത് 1 by 2n. അതുപോലെ 1 by n to 2 by n മിഡ് പോയിന്റ് ആണ് 3 by 2n. അതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ആവശ്യം ഇതാണ്. ഇപ്പോ C2, ഈ ഹൈറ്റ്, ഈ പോയിന്റ് ആണ് C2, ഈ പോയിന്റ് ഇതാണ് f of C2 അല്ലേ, എന്റെ ഹൈറ്റ് f of C2. ഇതാണ് CK, ഈ പോയിന്റ് ആണ് CK. അപ്പൊ f of CK പറഞ്ഞാൽ എന്താ? ഈ ഹൈറ്റ് ആണ് വരാ, ഈ ഹൈറ്റ്. എനിക്ക് എന്താ വേണ്ടത്? ഈ കുഞ്ഞു റെക്ടാങ്കിൾ, ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം വിചാരിക്കുക. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? ഇതായിട്ട് എടുക്കുക ലെങ്ത്തിനെ. ഏത്? f of CK, that is f of 2k minus 1 by 2n ആണ് എന്റെ ഹൈറ്റ്. ബ്രെഡ്ത്ത് എത്രയാ? ഈ ഡിസ്റ്റൻസ് എപ്പോഴും 1 by n ആണ്, 1 by n. അപ്പോൾ f of 2k minus 1 by 2n ഇൻറ്റു 1 by n ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് കിട്ടുക. അതുപോലെ ഈ റെക്ടാങ്കിളിന്റെ ഹൈറ്റ് ഇട്ടൊക്കെ എന്ത് ചെയ്താൽ മതി? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ലെങ്ത് എത്രയാ? ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നു, ഈ ഹൈറ്റ് ആണ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഈ പോയിന്റ് എത്രയാ? ഈ പോയിന്റ് 3 by 2n ആണ്. അപ്പോൾ ഈ ഹൈറ്റ് കിട്ടണമെങ്കിൽ f of 3 by 2n ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും 1 by n ആണ്. ദെൻ ഇവിടേക്ക് എത്തുമ്പോൾ എന്തുണ്ടാവുക? നമുക്ക് എങ്ങനെയാ സോറി, ഇവിടെ 3 by n ഇട്ടത്. ഓക്കെ, ഇത് 5. ഇനി ഇതിന്റെ നോക്കുമ്പോൾ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ബ്രെഡ്ത്ത് ഇൻറ്റു ഈ ലെങ്ത് ചെയ്താൽ മതി അല്ലെ. ലെങ്ത് എത്രയാ? ഈ ഹൈറ്റ്, ഇത് 5 by 2n എന്ന പോയിന്റ്. അപ്പോൾ ഇതാണ് ഈ പോയിന്റ്. അപ്പൊ ഈ ഹൈറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? f of 5 by 2n ചെയ്യണം. അതാണ് ഇതിന്റെ ഹൈറ്റ് ആയിട്ട് വരാം. f of 5 by 2n ഇൻറ്റു ഈ ബ്രെഡ്ത്ത് എപ്പോഴും 1 by n ആണ്, 1 by n. അങ്ങനെ so the heights of n corresponding rectangles are f of 1 by 2n, f of 3 by 2n, f of 5 by 2n, etc. f of 2k minus 1 by 2n, f of 2n minus 1 by 2n. എങ്ങനെ ഹൈറ്റ് ആണെന്ന് മനസ്സിലായത്? ഇങ്ങനെ വിചാരിക്കും, ഇതൊരു കർവ്. എനിക്ക് ഈ ഹൈറ്റ് ആണ് കിട്ടേണ്ടത്. ഇതാണ് എൻ്റെ f എന്ന ഫംഗ്ഷൻ, ഇതാണ് എൻ്റെ c എന്ന പോയിന്റ്. ഈ ഹൈറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയാമോ? ഈ ഹൈറ്റ് കിട്ടണമെങ്കിൽ ഈ f എന്ന ഫംഗ്ഷന്റെ c ഇട്ട് കൊടുത്താൽ മതി. f of c ആണ് എപ്പോഴും ഹൈറ്റുകൾ വരാം. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരവും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരവും അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് എന്ത്? x ആക്സിസ് ഡിഫറൻസ്, ഈ ദൂരം എന്ന് പറഞ്ഞാൽ y ആണ്. y എന്ന് പറഞ്ഞാൽ f of c ആണ്. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? f of that പോയിന്റ് കൊടുത്താൽ മതി, f of c. ഇനി എനിക്ക് എത്ര റെക്ടാങ്കിൾസ് ഉണ്ട് ഇവിടെ?
1 2 3 അങ്ങനെ ഇവിടെ ഇത് kth റെക്ടാങ്കിള് മൊത്തം എനിക്ക് n റെക്ടാങ്കിൾസ് ഉണ്ട്. ഈ n റെക്ടാങ്കിൾസിന്റെ ഒക്കെ ഏരിയ എടുത്താലാണ് ആരെ കിട്ടുക? എനിക്ക് ഈ കർവിന് താഴെയുള്ള ടോട്ടൽ ഏരിയ കിട്ടാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടെ കുറെ അനാവശ്യമായ ഏരിയാസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഏരിയ എനിക്ക് ആവശ്യമില്ല, അത് അനാവശ്യമായതാണ്. അതുകൂടെ നമുക്ക് ഇവിടെ സമീപം കിട്ടും. അതുപോലെ ഇവിടെ ഈ ഒരു പോർഷന്റെ ഏരിയ നമുക്ക് ആവശ്യമില്ല, അതുകൂടെ സമീപം കിട്ടും. അപ്പൊ സമീപം കുറെ ആവശ്യമില്ലാത്ത ഏരിയ കൂടെ കിട്ടും. ആ ഏരിയ നമ്മൾ അവസാനം ഒഴിവാക്കും. അതിന്റെ വേറൊരു സൂത്രം ഉപയോഗിക്കും. അതിനു മുമ്പായിട്ട് ഇത് നമുക്ക് നോക്കാം. Letting an denote the sum of areas of n rectangles, we have an is equal to കണ്ട ഇതാണ് ലെങ്ത്, ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത്, ഇതാണ് ലെങ്ത്, പ്ലസ് ഇതാണ് ബ്രെഡ്ത്ത്, ഇതാണ് ലെങ്ത്, ബ്രെഡ്ത്ത് ലെങ്ത്. ഇത് ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ, സെക്കൻഡ് റെക്ടാങ്കിൾ, തേർഡ് റെക്ടാങ്കിൾ, റെക്ടാങ്കിൾ എല്ലാവരും 1/n കോമൺ ആയതുകൊണ്ട് 1/n പുറത്തെടുത്തു. 1/n into f of 1/2n plus f of 3/2n plus etc. f of 2n minus 1/2n. ഇവിടെ പറയുന്നത് എന്താ? ഇതുകളുടെ സമ്മ്. ഇതിന്റെ nth ടേം എന്താ? അതിന് kth ടേം എന്താ? f of 2k minus 1/2n. ദാറ്റ് ഈസ് 1/n into ഈ ഇതിന്റെ ഒക്കെ സമ്മ് എന്ന് പറഞ്ഞാൽ സിഗ്മ കേക്കുള്ള ഇവിടെ വേരി ചെയ്യും. 1 തൊട്ട് n വരെ വേരി ചെയ്യും. സിഗ്മ k equal to 1 to n. ഇനി kth ടേം, അതിന് വേണ്ട kth ടേം എഴുതുക f of 2k minus 1/2n. that is equal to sigma k equal to 1 to n. f of x എന്ന് പറയുന്നത് എന്താ? f of x എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ആണ്. ഇത് f of സംതിങ്, f of x എന്ന് പറഞ്ഞാൽ x സ്ക്വയർ. ഇപ്പൊ എന്ത് പറയണം? f of എന്ന് പറഞ്ഞാൽ ഇതിന്റെ f of x എന്ന് പറഞ്ഞാൽ ഈ x ന്റെ സ്ക്വയർ ആണ്. അപ്പൊ f of ഇത് f of 2k minus 1/2n എന്ന് പറഞ്ഞാൽ എന്താണ്? 2k minus 1/2n ഹോൾ സ്ക്വയർ. കാരണം അതാ പറയുന്നത് f of x എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ആണ്, ഉള്ളതിന്റെ സം സ്ക്വയർ എടുക്കണം. അതാണ് ഇവിടെ ചെയ്തത്. ഓരോ ക്വസ്റ്റ്യൻ ഇത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ദെൻ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? a minus b ഹോൾ സ്ക്വയർ, a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ ബൈ 2n ഹോൾ സ്ക്വയർ 4n സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഈ 2n സ്ക്വയറിന് നമുക്ക് പുറത്തു വരാം. കാരണം എന്താ? k ഉള്ളത് മാത്രത്തിന് വാല്യൂസ് k equal to 1 2 3 etc n വരെ കൊടുക്കാനാണ് പറഞ്ഞിട്ടില്ല. അപ്പൊ k ഉള്ളതിന് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, അല്ലാത്തതിനൊക്കെ നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ 4n സ്ക്വയറിന് പുറത്തെടുത്തപ്പോൾ എന്തെന്നു? 1/n ഓൾറെഡി പുറത്തുണ്ട്. 1/4n സ്ക്വയർ കൊടുത്തു 1/4n ക്യൂബ്. സിഗ്മ k equal to 1 to n 4k സ്ക്വയർ മൈനസ് 4k പ്ലസ് 1. ദെൻ നമ്മുടെ സമ്മേഷൻ റൂൾസ് അപ്ലൈ ചെയ്യാം. 1/4n ക്യൂബ് ഇൻറ്റു 4 പുറത്തെടുത്തു. 4 സിഗ്മ k equal to 1 to n k സ്ക്വയർ മൈനസ് 4 സിഗ്മ k equal to 1 to n k equal to 1 to n k പ്ലസ് സിഗ്മ k equal to 1 to n 1. ഓരോന്നിനും സമ്മേഷൻ കൊടുത്തു. യൂസ് ദ റൂൾസ് ഓഫ് സമ്മേഷൻ. ദെൻ സിഗ്മ k equal to 1 to n k സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാ ഫോർമുല. n into n plus 1 into 2n plus 1 by 6 ആണ് ഫോർമുല. അപ്പൊ 4 കൂടി ഇട്ടു. പിന്നെ ഇത് ഫോർമുലയാണ്. സിഗ്മ k equal to 1 to n k സ്ക്വയർ എന്ന് പറഞ്ഞാൽ n into n plus 1 into 2n plus 1 by 6 ഫോർമുലയാണ്. മൈനസ് 4 into സിഗ്മ k equal to 1 to n എന്ന് പറഞ്ഞാൽ ഇതും ഫോർമുലയാണ്. 4 ഈ ഇവിടുത്തെ 4 n into n plus 1 by 2 എന്നുള്ളത് ഫോർമുലയാണ്. പ്ലസ് സിഗ്മ k equal to 1 to n 1 എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ആഡ് ചെയ്യാന്നാണ് എൻ്റെ അർത്ഥം. 1 പ്രാവശ്യം n ആഡ് ചെയ്യാം, അപ്പം എൻ്റെ കിട്ടും. ദെൻ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 1 ഇത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ് എക്സ്പാൻഡ് ചെയ്യാൻ. 1/4n ക്യൂബ് ഇൻറ്റു n ഇൻറ്റു 4n സ്ക്വയർ മൈനസ് 1/3. ദാറ്റ് ഈസ് എന്നും എന്നും കട്ട് ചെയ്ത് പോകുമ്പോൾ 4n സ്ക്വയർ മൈനസ് 4n സ്ക്വയർ മൈനസ് 1/2n സ്ക്വയർ. അതാണ് ഈ റെക്ടാങ്കിൾസിന് ഫുള്ളിന്റെ സമ്മ്. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് ഈ പോർഷൻ കൂടുതൽ എടുക്കുന്നത് അതിന്റെ ആവശ്യം നമുക്കില്ല. ഈ പോർഷന്റെ ആവശ്യം നമുക്കില്ല. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ഏരിയ കൂടെ പുറത്ത് പോയത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ ഒഴിവാക്കാനായിട്ട് ഞാൻ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇപ്പം ഇങ്ങനെയുള്ള ഒരു കർവ്, ഞാൻ ഇതിനെ ഇങ്ങനെയുള്ള ഒരു കർവ് ഞാൻ അതിനെ 2 കഷ്ണാക്കിയാണ് മുറിച്ചതെങ്കിൽ ഇങ്ങനത്തെ റെക്ടാങ്കിൾസ് ആക്കിയാണ് മുറിച്ചതെങ്കിൽ ഇത്രയും പോർഷൻ എനിക്ക് അനാവശ്യമായത് വന്നു. ഇനി അതിന്റെ പകരം 3 റെക്ടാങ്കിളാക്കി മുറിച്ച് എന്തുണ്ടാവും?
ഇതിനേക്കാളും ഇവിടെ കുറെ അനാവശ്യമായ ഏരിയാസ്, ഇത്രയും പോർഷൻ അനാവശ്യമായ ഏരിയ ആണ്. പക്ഷെ മുറിക്കുന്ന റെക്ടാങ്കിൾസ് എണ്ണം കൂട്ടിയപ്പോൾ അനാവശ്യമായ ഏരിയാസിന്റെ അളവും കുറഞ്ഞു. അപ്പൊ അനാവശ്യമായ ഏരിയാസ് കളയണമെങ്കിൽ മുറിക്കുന്ന റെക്ടാങ്കിൾസ് എണ്ണം കൂട്ടിയാൽ മതി. എണ്ണം കൂട്ടാന്ന് പറഞ്ഞാൽ സബ് ഡിവിഷൻ കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ n → ഇൻഫിനിറ്റിക്ക് എത്തിച്ചാൽ മതി. അങ്ങനെ ഇൻഫിനിറ്റിക്ക് എത്തിച്ചപ്പോൾ അതാണ് ഈ സ്റ്റെപ്പ് വേണ്ടത്. ഇതൊന്നും നമ്മൾ നോക്കണ്ട. ഇവിടെ നോക്കാം. അവർ computation seems to show that an approaches 1/3 as n. ഓക്കെ, ഇത് നോക്കിയാൽ മതി. അപ്പൊ ഇത് നോക്കണ്ട. then limit n tends infinity n, രണ്ടിനും ലിമിറ്റ് കൊടുക്കുക. limit n tends infinity n is equal to limit n tends infinity 4n square minus 1 by 2n square 12n square, that is equal to ഇതിനെ കോമൺ കൊടുക്കുക. അപ്പോൾ 4n square by 12n square minus 1 by 12n square. 4n square cut ചെയ്ത് പോകും. 4 by 12 1/3. So limit n tends infinity 1/3 minus 1 by 12n square. Then n tends infinity to 1 by infinity 0, that is 1/3. ഇപ്പൊ എന്ത് കിട്ടി? ആ പോർഷന്റെ ഏരിയ 1/3 ആണെന്ന് കിട്ടി. അതായത് ഈ റെക്ടാങ്കിൾസിന് താഴെ വരുന്ന കർവിന്റെ ഏരിയ 1/3 ആണെന്ന് കിട്ടി. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണിക്കും ഇത് തന്നെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്.